നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നവരാത്രിയുടെ രണ്ടാം ദിനം ദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ മൂന്ന് ശക്തികളുടെ പ്രതീകമായ ദേവിയുടെ ഭാവങ്ങളിൽ രണ്ടാമത്തേതാണ് ബ്രഹ്മചാരിണി. ശിവപത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം പാർവതി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ആ തപസ്സിന്റെ ഫലമായി അവൾക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. ഐതിഹ്യമനുസരിച്ച് പരമേശ്വരനെ പ്രസാദിപ്പിക്കാൻ പാർവതി കയ്യിൽ ജപമാലയും കമണ്ഡലവും എടുത്ത് ദീർഘകാലം തപസ്സു നടത്തി. അവളുടെ പ്രേമത്തിലും ഭക്തിയിലും സന്തുഷ്ടനായ ശിവൻ ബ്രഹ്മചാരിണിയുടെ സ്നേഹം സ്വീകരിക്കുകയും ബ്രഹ്മചാരിണി എന്ന് വിളിക്കപ്പെടുന്ന മഹത്വം സമ്മാനിക്കുകയും ചെയ്തു. നവരാത്രിയിലെ രണ്ടാം രാത്രി ദേവി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു. കൂടാതെ അവൾ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അധിപതിയാണെന്ന വിശ്വാസവുമുണ്ട്. അറിവിന്റെയും തപസ്സിന്റെയും സാക്ഷാത്കാരമാണ് ബ്രഹ്മചാരിണി ദേവി. കുജദോഷം, മാംഗല്യ തടസ്സം എന്നിവ നീക്കുന്നതിനായി ദേവിയെ ആരാധിക്കുന്നത് ഏറെ ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തരുടെ ഹൃദയത്തിലെ വിഷമങ്ങളും ആശങ്കകളും നീക്കി ആത്മവിശ്വാസവും ആന്തരിക സന്തോഷവും നിറച്ചു കൊടുക്കുന്നവളാണ് ദേവി. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുല്ലപ്പൂവാണ്. അതുകൊണ്ട് മുല്ലപ്പൂമാല സമർപ്പിച്ച് ആരാധിക്കുന്നത് അത്യുത്തമമായ പൂജാവിധിയാണ്. ഇന്ന് നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: തദനാകരത്മാഭ്യാമക്ഷമാല കമണ്ഡലു ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണി നുത്തമാ. ഇത് നിങ്ങൾ ഭക്തിയോടെ 11 തവണ ചൊല്ലുക. ശേഷം ബ്രഹ്മചാരിണി ദേവിക്ക് സ്തുതിക്കുക. യാ ദേവി സർവഭൂതേഷു മാം ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിതാ നമസ്തസ്യേ 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 നമോ നമഃ. ഇതും നിങ്ങൾ 11 തവണ ചൊല്ലുക. വെളുത്ത നിറം പരിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും പര്യായമാണ്. രണ്ടാം നവരാത്രിയിൽ വെളുത്ത നിറം ധരിച്ച് ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ആന്തരിക സമാധാനവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. കൂടാതെ ദേവിയുടെ സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ദേവിക്ക് പഞ്ചസാര നിവേദ്യമാണ് സമർപ്പിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.